ഒന്നാമത്തെ കൽപ്പന എന്തുവാ? ഒന്നിന്റെ പ്രതിമ ഉണ്ടാക്കി അതിനെ നമസ്കരിക്കുക, അതല്ലേ? സ്നേഹിക്കണം. അപ്പം കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ആത്മാവിനും സ്നേഹിക്കുക എന്ന് പറഞ്ഞാൽ വേറെ വല്ലവരെയും സ്നേഹിക്കാൻ പോകുമോ? പൂർണ്ണമായി എൻ്റെ ഹൃദയം മുഴുവൻ അങ്ങോട്ട് കൊടുത്താൽ പിന്നെ ഞാൻ വേറെ ഒന്നിന്റെ പുറകെ പോകുമോ? പോകത്തില്ലല്ലോ. അപ്പൊ പൂർണ്ണം വെച്ചാൽ നിന്റെ ഹൃദയം നീ സമ്പൂർണ്ണമായിട്ടും ക്രിസ്തുവിനെ സ്നേഹിക്കണം എന്നതിന്റെ അർത്ഥം. അപ്പൊ പൂർണ്ണമായിട്ട് ഞാൻ ക്രിസ്തുവിനെ സ്നേഹിക്കുന്നെങ്കിൽ എൻ്റെ ഹൃദയത്തിൽ വേറൊരാൾക്ക് ഇടമുണ്ടോ? ഒരു ഭാര്യ പൂർണ്ണ ഹൃദയത്തോടെ ഭർത്താവിനെ സ്നേഹിച്ചാൽ അവളുടെ ഹൃദയത്തിൽ വേറൊരു പുരുഷൻ വരുമോ? ഒരു ഭർത്താവ് പൂർണ്ണ ഹൃദയത്തോടെ ഭാര്യയെ സ്നേഹിച്ചാൽ വേറൊരു പെണ്ണിനെ പറ്റി അവൻ ചിന്തിക്കുമോ? എന്നുവെച്ചാൽ തെറ്റായ രീതിയിൽ ചിന്തിക്കുമോ? ഇല്ല. അപ്പൊ അതുപോലെ നമ്മൾ ആത്മീയ ജീവിതത്തിൽ യേശുക്രിസ്തുവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കുന്ന ഒരുവന് പിന്നെ ഒന്നും വേണ്ട. അതുകൊണ്ടാണ് മാനസാന്തരപ്പെടുന്ന വ്യക്തിക്ക് പിന്നെ ഇതെല്ലാം നിർത്തുന്നത്. ആരും പറയണ്ട. കാരണം അവന്റെ ഹൃദയത്തിൽ ഇതിന് ഇടവില്ല.